ഓം ശാന്തി. രാമായണത്തിൻ്റെ സന്തോഷം നിറഞ്ഞതായിരിക്കുന്ന മുഹൂർത്തങ്ങളിലൂടെ യാത്ര ചെയ്ത് ഇപ്പോൾ അയോധ്യ നഗരി കണ്ണീരണിഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളെത്തി നിൽക്കുന്നത്. രാമലക്ഷ്മണന്മാർ സീതയ്ക്കൊപ്പം വനവാസത്തിന് പുറപ്പെട്ടതായിരിക്കുന്ന സമയം. ശരിക്കും അയോധ്യ നഗരിയിലെ ഓരോ പ്രജകളും അവരുടെ ഇഷ്ടഭാജനമായിരുന്ന രാമദേവൻ്റെ ഭരണത്തിൽ ആനന്ദിക്കാൻ കാത്തിരുന്നവർ അവരുടെ വേർപാടിൽ ദുഃഖം സഹിക്കാനാവാതെ നിൽക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ ശരിക്കും പരമാത്മ ഈ സൃഷ്ടിയിൽ അവതരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഃഖവും ശോകവും ഉണ്ടാകുന്ന സമയത്ത് ആ ദുഃഖത്തിൽ നിന്നും ശോകത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുപോയി തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടത്തെ കൂടെ സുഖത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന യഥാർത്ഥ ജ്ഞാനികളാക്കി മാറ്റുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു കാഴ്ച ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സീതാദേവിയും ലക്ഷ്മണനും രാമനും സഹിതം തേരുപോകുന്ന സമയത്ത് അവരെ ഗംഗാതീരത്ത് കൊണ്ടാക്കി തിരിച്ചു വരുമ്പോൾ അവരെ പിരിയാൻ വയ്യാത്ത ദുഃഖം കൊണ്ട് അവരുടെ മന്ത്രിയായിരിക്കുന്ന സുമന്ത്രർ പറയുകയാണ്, അങ്ങയെ പിരിഞ്ഞ രാജ്യത്തിലേക്ക് ഞാൻ എന്തിനു പോകണം, അതുകൊണ്ട് ഞാൻ കൂടി അങ്ങയെ അനുഗമിച്ചാലോ എന്ന് പറയുകയാണ്. അവിടെ ശ്രീരാമൻ്റെ ആ ഒരു ഉപദേശം കേട്ട് നോക്കിയാൽ കറക്റ്റായിട്ട് നമുക്ക് തോന്നിപ്പോവും ഇത് പരമാത്മ ജീവാത്മാവിന് കൊടുക്കുന്ന അഥവാ പരമാത്മരാമൻ്റെ കർത്തവ്യത്തെ എടുത്തു കാണിക്കുന്നൊരു നിമിഷം. ഞാനോ അച്ഛനെ വിട്ടുപോകുന്നു, നീയും കൂടി ഇല്ലാത്ത രാജ്യത്തിൻ്റെ അവസ്ഥ എന്താവും? തീർച്ചയായിട്ടും ദേഹബോധം കൊണ്ട് വൈഭവങ്ങൾ കടിമയായി തൻ്റെ കർമ്മം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ശരി പ്രവർത്തിക്കാനാവാതെ വരുന്ന അഥവാ കർമ്മം കൊണ്ട് കുരുങ്ങിപ്പോകുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനിൽ നിന്നൊരുപാട് ദൂരെയായിട്ട് അനുഭവപ്പെടും. അതാണ് പവിത്രത, ത്യാഗം, വിവേകം മൂന്നും ജീവാത്മാവിന് നഷ്ടമാവുന്ന അവസ്ഥ. ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ തീവ്രത കുറയുന്ന നിമിഷം അവിടെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടി പുണ്യകർമ്മത്തിൻ്റെ സഹായം മാത്രമാണ് ഉണ്ടാവുക. ആ പുണ്യകർമ്മം കൂടി ഇല്ലാതായി പോയാൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താവും? അഥവാ മനുഷ്യൻ്റെ ജീവിതമാകുന്ന രാജ്യത്തിൻ്റെ അവസ്ഥ എന്താവും? ഒരു ജീവാത്മാവിന് പരമാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ കൃപയുടെ ആ കരുണാസാഗരൻ്റെ കരുണ അനുഭവിക്കുന്നൊരു നിമിഷമായിട്ട് ആ സമയത്ത് നമുക്ക് കറക്റ്റായിട്ടും ഫീൽ ചെയ്യും. ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ അകാരണമായി മകനെ അമ്മയ്ക്ക് വേണ്ടി പുറത്താക്കുന്ന ആ ഒരവസ്ഥയിൽ പോലും പരമാത്മ ജീവാത്മാവിൻ്റെ സ്ഥാനത്ത് അവിടെ പരമാത്മ ഓരോരുത്തരും തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അവരുടെ കർമ്മത്തിൽ തെറ്റുണ്ടെങ്കിൽ പോലും അവരെ കഴിവിൻ്റെ പരമാവധി സഹായിക്കുന്നതിൻ്റെ എല്ലാ തലങ്ങളിലൂടെയും സഹായിച്ചുകൊണ്ട് ആ ആത്മാവിന് വേണ്ടതായിരിക്കുന്ന സപ്പോർട്ട് കൊടുക്കാൻ നോക്കുന്ന പരമാത്മാവിൻ്റെ ഗൈഡൻസ് അക്യൂറേറ്റായിട്ട് നമുക്ക് കാണാം. അവിടെ നിന്ന് ഗംഗാനദി കടക്കാൻ വേണ്ടി കടന്ന് കാനനയാത്രയ്ക്കുള്ളതായിട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ്. ആ ഗംഗാനദി കടത്തുന്നതും അതും ഗുഹൻ എന്നതായിരിക്കുന്ന ഒരു നിഷാദ രാജാവാണ് അദ്ദേഹത്തിന് ശ്രീരാമനും സീതേനും ലക്ഷ്മണനും ഗംഗാനദി കടത്തിക്കൊണ്ടുപോകുന്നത്. ഇവിടെയും അത്ര രസകരമായിരിക്കുന്ന ഒരു ആധ്യാത്മിക രഹസ്യം. ഈ ജീവിതത്തിൻ്റെ ഒരു ജന്മത്തിൻ്റെയും അടുത്ത ജന്മത്തിൻ്റെയും ഇടയിലുള്ള യാത്രയുടെ മനോഹരമായൊരു ദൃശ്യം രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഗുഹൻ നിഷാദ രാജാവാണ്. കാനനം എന്നത് ഈ കലിയുഗത്തിന് പ്രതിനിധാനം ചെയ്യുകയാണ്. ദുഃഖവും ശോകവും നിറഞ്ഞതായിരിക്കുന്ന ലോകം, ദുർവികാരങ്ങൾ കടിമയായിക്കൊണ്ട് തൻ്റെ കർമ്മങ്ങൾക്ക് മേലെ യാതൊരു രീതിയിലുള്ളതായിട്ടുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താത്തതായിട്ടുള്ള മനുഷ്യൻ, അങ്ങനെയുള്ളതായിരിക്കുന്ന കാനനത്തിൽ ഈ കലിയുഗത്തിൽ നിന്ന് ഈ സംസാര സാഗരത്തിൽ നിന്ന് മറുകരയ്ക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആധ്യാത്മികതയുടെ പാതയിൽ പോകണമെങ്കിൽ ഗംഗാജലത്തിലൂടെ നമുക്ക് മുന്നേറിയേ പറ്റൂ. എന്താണ് യഥാർത്ഥ ഗംഗാജലം? ഗംഗാജലം എന്ന് വെച്ചാൽ അർത്ഥം ജ്ഞാനമാകുന്ന ഗംഗ. ഗംഗാദേവിയുടെ മഹത്വം പറയുമ്പോൾ എപ്പോഴും ജ്ഞാനഗംഗെ എന്ന് പറയുന്നത് കേൾക്കാം. ജ്ഞാനഗംഗ എന്ന് വെച്ചാൽ അർത്ഥം സ്ഥൂലമായിരിക്കുന്ന ജലമല്ല. വെള്ളം കൊണ്ട് ശരീരത്തിലെ അഴുക്ക് കളയാൻ നമുക്ക് സാധിക്കുമായിരിക്കും. ആത്മാവിലെ അഴുക്ക് കളയണമെന്നുണ്ടെങ്കിൽ ജ്ഞാനമാകുന്ന ഗംഗയിൽ നമ്മൾ മുങ്ങിക്കുളിക്കണം.
അതുകൊണ്ട് ആ ഗംഗയിലും ആ ജ്ഞാനഗംഗയിലൂടെ കടത്തിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ ഭഗവാനും ഈ ലോകത്ത് തൻ്റെ കർത്തവ്യം ചെയ്യുമ്പോൾ സാകാര മാധ്യമങ്ങളിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മേലെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് ഏതെങ്കിലും ഒരു പ്രേരണ കൊടുത്ത് ആ പ്രേരണയുടെ ആധാരത്തിലൂടെ മനുഷ്യന്മാരെ നന്നാക്കുകയായിരുന്നുവെങ്കിൽ എല്ലാ മനുഷ്യന്മാരുടെ മനസ്സും ഒരുപോലെ നന്നാക്കിയേനെ, നല്ലവർ മാത്രമായേനെ. ഒരിക്കലും ജീവാത്മാവിൻ്റെ കർമ്മത്തിൽ കൈകടത്താനുള്ള സ്വാതന്ത്ര്യം അത് ഈശ്വരനുമില്ല. കാരണം എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ സ്വതന്ത്രമായ രചനകളാണ്. ആ കർമ്മക്കണക്കിൽ കൈകടത്താതെ അവർക്ക് ഗൈഡൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സാകാര മാധ്യമത്തിൻ്റെ സഹായത്തിലൂടെ ഭഗവാനും നമ്മളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അത്തരത്തിൽ സാകാര മാധ്യമമായിക്കൊണ്ട് ഭഗവാനെ ഈ കാലഘട്ടത്തിൽ നിന്ന്, ഈ സംസാര സാഗരത്തിൽ നിന്ന് ജീവാത്മാവിന് സുരക്ഷിതമായി കടത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് അത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ആ പുണ്യകർമ്മത്തിൻ്റെ ആ ഉടമയായിരിക്കുന്ന ആത്മാവിന് അതിൻ്റെ ഫലം ഭഗവാൻ എപ്പോൾ കൊടുക്കും, എങ്ങനെ കിട്ടും? അക്യുറേറ്റ് ആണ് ആ ദൃശ്യം. നമ്മൾ നോക്കിയാൽ കാണാം, ഗുഹൻ എന്നുള്ള വാക്കിനർത്ഥം തന്നെ ഗുഹ്യതകൾ നിറഞ്ഞവൻ എന്നാണ്. ആരാണോ തൻ്റെ ശരീരത്തിനെ ഭഗവാന്റെ കർമ്മത്തിന് വേണ്ടതായിരിക്കുന്ന മാധ്യമമാക്കിക്കൊണ്ട് ഈ കലിയുഗമൊടുവിൽ ഈശ്വരീയ സേവനത്തിന് വേണ്ടി സമർപ്പിക്കുന്നു, അവരാണ് ശരിക്കും ഗുഹൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പരമപൂജ്യനായിരിക്കുന്ന പരമാത്മാവും ആ പരമാത്മാവിൻ്റെ കൈപിടിച്ചതായിരിക്കുന്ന ജീവാത്മാവും ഈ സംസാര സാഗരത്തിൽ നമ്മുടെ ജീവിത നൗകേനെ മറുകര എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറ്റയ്ക്കൊരു അധ്വാനം കൊണ്ട് ഒരിക്കലും നടക്കില്ല. ഒരു ജീവാത്മാവിനെ കൊണ്ട് സാധിക്കുന്ന കാര്യമേ അല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ 2500 വർഷങ്ങളായിട്ട് ഭക്തിമാർഗത്തിലൂടെ ഈശ്വരനെ തേടിക്കൊണ്ട് നമ്മൾ പല വഴികളിലൂടെ ജപം, തപം, തീർത്ഥാടനം, ഉപവാസം, യജ്ഞം എന്തൊക്കെ നടത്തി, എന്നിട്ടും നമ്മൾ എത്തിയില്ല. ഓരോ പ്രാവശ്യം പുരാണം പഠിക്കുമ്പോൾ, രഹസ്യം അറിയുമ്പോൾ, കഥ കേൾക്കുമ്പോൾ ഈ കഥ വായിക്കുകയോ അറിയോ ചെയ്യുന്നവർക്ക് മോക്ഷം കിട്ടും എന്ന് എത്ര തവണ നമ്മൾ കേട്ടു. എന്നിട്ടും ഈ ലോകത്ത് ഇതാ വീണ്ടും നമ്മൾ അടുത്ത വർഷം വീണ്ടും അതേ പാരായണം, അതേ പുണ്യം, അതേ പഠനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ കർമ്മം ഒരു ഭഗവാനാൽ നിയുക്തമാക്കപ്പെട്ട കർമ്മത്തിൻ്റെ പ്രതിനിധാനമായിട്ട് പറയുകയാണ്. പരമാത്മാവിന് സാകാര മാധ്യമമായിക്കൊണ്ട് തൻ്റെ ശരീരത്തിനെ സമർപ്പിച്ച് ഈശ്വരൻ്റെ കർത്തവ്യത്തിനു വേണ്ടി ഭഗവാന് ജീവാത്മാവിനെ കൈപിടിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ജീവിത നൗകേനെ ഭഗവാന് സമർപ്പിച്ചേ പറ്റൂ. ആ കർമ്മം നിങ്ങളുടെ ആദ്യത്തെ ഒരു ചുവട് നിങ്ങളുടെ 1000 ചുവട് എൻ്റെ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യം തോണിയിൽ കയറുന്നത് ശ്രീരാമചന്ദ്ര പ്രഭുവാണ്. എന്നിട്ട് കൈപിടിച്ച് സീതയെ തോണിയിലേക്ക് കയറ്റുകയാണ്. നമ്മുടെ ജീവിത നൗക മറുകര എത്തിക്കണമെങ്കിൽ നമ്മുടെ കൈ ഭഗവാന് കൊടുത്തേ പറ്റൂ, അഥവാ ഭഗവാന്റെ കരം നമ്മൾ പിടിച്ചേ പറ്റൂ. എന്താണ് ഈശ്വരൻ്റെ കരം പിടിക്കുക എന്ന് വെച്ചാൽ, സീതയുടെ കൂടെ ശ്രീരാമചന്ദ്ര പ്രഭു ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കരം പിടിക്കാൻ വേണ്ടി ആര് വരും? ഒരിക്കലും നേരിട്ടൊരു വ്യക്തിയായിട്ട് ഭഗവാൻ വരില്ലായിരിക്കാം. പക്ഷേ ഈശ്വരൻ്റെ ഗൈഡൻസ്, ശ്രീമതം, ശ്രീയുടെ ഉപദേശത്തിൻ്റെ ഡയറക്ഷൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ഈശ്വരൻ്റെ ആജ്ഞപ്രകാരമാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ, നദി കടക്കുന്ന സമയം ഗംഗാദേവിയെ സ്തുതിച്ചുകൊണ്ട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിട്ട് സീതാദേവിക്ക് മാറുകയാണ്. അതുപോലെ ഈ കാലചക്രത്തിൽ, കലിയുഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്തും നമ്മുടെ ഈ ജീവിത നൗകേനെ മറുകര എത്തിക്കാനുള്ളതായിട്ടുള്ള യാത്രയിൽ എങ്ങനെയാണോ ഒരു കടലിൽ അഥവാ നദിയിൽ യാത്ര ചെയ്യുമ്പോൾ തോണി ആടുന്നുണ്ടാവാം, മുരയുന്നുണ്ടാവാം, എന്തും സംഭവിക്കാം. പക്ഷേ കടത്തുകാരൻ ശക്തിശാലിയെങ്കിൽ ആ വഞ്ചിയിലിരിക്കുന്നവർക്ക് ആ യാത്ര ആസ്വദിക്കാനാവും. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ കടത്തുകാരനായിക്കൊണ്ട് ഭഗവാനെ നിശ്ചയിച്ചുകൊണ്ട് ഈശ്വരൻ്റെ കരം പിടിച്ച് ഈ ജീവിതമാകുന്ന യാത്രയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഓരോ ജീവാത്മാക്കളാകുന്ന സീതകൾക്കും പരമാത്മാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ രക്ഷകനായും ഭഗവാൻ ഉണ്ടാവും, ടീച്ചറായും ഭഗവാൻ ഉണ്ടാവും, ഗുരുവായും ഭഗവാൻ ഉണ്ടാവും. സർവ്വസംബന്ധങ്ങളിലും നമ്മളെ സഹായിച്ചുകൊണ്ട് ജീവിത നൗകയെ മറുകര സ്വസ്ഥമായി കൊണ്ടെത്തിക്കും എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ആ സമയത്ത് കാണുന്നത്. അതേസമയം കടത്തിക്കഴിയുമ്പോൾ ആ കടത്തുകാരനായ ആത്മാവിന്, ആ പുണ്യകർമ്മത്തിന് നിമിത്തമായിരിക്കുന്ന ആത്മാവിനോട് രാമൻ കൂലി കൊടുക്കുകയാണ്. ഭഗവാൻ തനിക്ക് നിമിത്തമാകുന്ന ആ ശരീരത്തിൻ്റെ ഉടമയോട് അതിൻ്റെ പണം കൊടുക്കുകയാണ്. അവിടെ എന്താ പറയുന്നത്? അത് ഏറ്റവും രസകരമായിട്ടൊരു നിമിഷമാണ്. തൻ്റെ മോതിരം മൂരിക്കൊണ്ട്, മറ്റൊന്നും രാമൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് മോതിരം മൂരിക്കൊണ്ട് ഇത് കടത്തിൻ്റെ കൂലി കൊടുക്കുകയാണ്. അപ്പോൾ പറയാ, ഭഗവാനെ എനിക്ക് ഇത് ഇവിടെ തരണ്ട, അവിടെ തന്നാൽ മതിയെന്ന്. ഇതെവിടെയാ അവിടെ? ചിന്തിച്ചു നോക്കിയേ.
ഈ ജന്മത്തിലല്ല. ഈശ്വരീയ കർമ്മങ്ങൾക്ക് വേണ്ടി, ആത്മാക്കളുടെ ഉന്നമനത്തിന് വേണ്ടി, അവനവൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടിയും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ പുണ്യം നിങ്ങൾക്ക് ഈ ജന്മത്തിൽ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, കരയാറുണ്ട്. എന്താ ഭഗവാന് എന്നെ മാത്രമേ ഒരു പരീക്ഷണ വസ്തു കിട്ടിയിട്ടുള്ളൂ, എന്തുകൊണ്ട് ഭഗവാൻ എൻ്റെ കരച്ചിൽ കേൾക്കുന്നില്ല, എന്താ ഭഗവാൻ എന്നെ സഹായിക്കാത്തത്, ഈശ്വരൻ എന്തുകൊണ്ട് ധനികരുടെ മാത്രം കൂടെ നിൽക്കുന്നു, സമ്പന്നരുടെ കൂടെ നിൽക്കുന്നു, നമ്മൾ പാവങ്ങൾ ഭഗവാന്റെ അല്ലേ എന്നൊക്കെ പലരും പലയിടത്തും ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ജീവാത്മ ഈ ശരീരം എന്ന വസ്ത്രം എടുത്തുകൊണ്ട് ഒരു ജന്മത്തിൻ്റെ മാത്രം കർമ്മരഹസ്യം കളിക്കുന്നവനല്ല, ജന്മജന്മാന്തരമായിട്ടുള്ള കർമ്മക്കണക്ക് കൊണ്ട് മുന്നേറുന്നവരാണ്. അപ്പോൾ ഒരു ജന്മത്തിൽ നമ്മൾ ഒരുപാട് പുണ്യകർമ്മ നല്ല വഴി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ മുജ്ജന്മത്തിൻ്റെ അത്രയധികം പാപത്തിൻ്റെ കണക്കുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ അനുഭവിച്ചു തീർത്തേ തീരൂ, അതിൽ ഈശ്വരൻ എത്താൻ പറ്റില്ല. പക്ഷേ എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും വ്യർത്ഥമാവില്ല. അത് ഈ പാപത്തിൻ്റെ കടത്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പുണ്യത്തിൻ്റെ കണക്കുണരുന്ന ദിവസം വരും. അവിടെ ഒന്നുകിൽ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ, ഭഗവാനെ അടുത്ത ജന്മത്തിൽ അഥവാ വരാൻ പോകുന്ന സത്യയുഗത്തിൽ, ഈ കലിയുഗത്തിൻ്റെ അവസാനവും സത്യയുഗത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ഈ സംഗമയുഗത്തിൽ ഈശ്വരൻ്റെ കർത്തവ്യത്തിന് വേണ്ടി നിങ്ങൾ നിമിത്തമായിട്ടുണ്ട് കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ കൂലി അടുത്ത ജന്മത്തിൽ തീർച്ചയായും ഭഗവാൻ നമുക്ക് തന്നിരിക്കും. അതാണ് ഗുഹൻ പറയുന്നത്, എനിക്കിവിടെ വേണ്ട അവിടെ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ഈ കാലചക്രത്തിൻ്റെ അന്തിമ നിമിഷങ്ങളുടെ ഒരു സാക്ഷാത്കാരത്തിൻ്റെ ദൃശ്യമാണ് നടക്കുന്നത്. കലിയുഗമൊടുവിൽ കാലചക്രത്തിൻ്റെ അന്തിമത്തിൽ ഭഗവാൻ തൻ്റെ കർത്തവ്യത്തിന് വേണ്ടി പ്രജാപിത ബ്രഹ്മാവിനെ ആധാരമാക്കി കർമ്മം ചെയ്യുമ്പോൾ ഓരോ ജീവാത്മാവിനും ഈ കലിയുഗത്തിൽ നിന്ന് സത്യയുഗത്തിലേക്ക് യാത്ര ചെയ്യാനുള്ളതായിരിക്കുന്ന തോണിയായിക്കൊണ്ട് ഈശ്വരനെ ഇരുത്തുമ്പോൾ ആ ഭഗവാന് ജീവാത്മാക്കളെ കൈപിടിച്ചുകൊണ്ട് മറുകര എത്താൻ വേണ്ടി ചെയ്യുന്ന പുണ്യകർമ്മത്തിൻ്റെ ഫലം അതാണ് വാസ്തവത്തിൽ ആ കടത്തിലൂടെ, ആ ദൃശ്യത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് തന്നെ. അങ്ങനെയാണ് ആ കടത്ത് കടന്നതായിരിക്കുന്ന ശ്രീരാമചന്ദ്രനും സീതയും ലക്ഷ്മണനും കൂടി അവരുടെ മനസ്സിൻ്റെ വിഷമങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി ഭരദ്വാജ ഋഷി, സതി അനസൂയ, അത്രി മഹർഷി ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആ ഒരു ശ്രേഷ്ഠ ആത്മാക്കളുടെ സംഘത്തിലൂടെ മുന്നേറിയതായിട്ട് കാണിക്കുന്നത്. ഇവിടെയും വേറൊരു കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് നമുക്ക് തരുന്നത്, ജീവിതത്തിൽ എല്ലാ കാലഘട്ടത്തിലും എല്ലായ്പ്പോഴും സുഖം മാത്രം അനുഭവിക്കുന്ന ആരെയും നമുക്ക് കലിയുഗത്തിൽ കാണാൻ പറ്റില്ല. ഒരുപക്ഷെ ധനം എല്ലാ കാലത്തും കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ജനം കൂടെ ഉണ്ടാവാം, ധനം ഉണ്ടായിക്കൊള്ളുന്നില്ല. ധനം ഉണ്ടെങ്കിൽ ജനം ഉണ്ടായിക്കൊള്ളുന്നില്ല, ജനം ഉണ്ടെങ്കിൽ ധനം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ തനം അഥവാ ശരീരം നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, മനസ്സിൽ ടെൻഷൻ വന്നേക്കാം. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ കഷ്ടകാലം വരുമ്പോൾ അവരെങ്ങനെ മുന്നേറണം അത് കൃത്യമായിട്ട് കാണിച്ചു തരികയാണ് ഈ സന്ദർഭത്തിൽ രാമലക്ഷ്മണന്മാരും സീതയും കൂടെ തൻ്റെ ജീവിതത്തിലൂടെ. രാജകുമാരനിൽ നിന്ന് അച്ഛൻ്റെ സത്യം പരിപാലിക്കാൻ വേണ്ടി തൻ്റെ തെറ്റുകൊണ്ടുകൂടിയല്ല, കാരണം കൊണ്ട് വനവാസത്തിലേക്ക് പോകേണ്ടി വരികയാണ്. രാജാവിൽ നിന്ന് ആ കാട്ടിൽ വസിക്കുന്നവന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നിന്ന് ഏറ്റവും ലോ ലെവലുള്ളതായിട്ടുള്ള ലൈഫിലേക്ക് മാറ്റപ്പെടുകയാണ്. അവിടെയും കൈമുതലായി വെച്ചൊന്നുണ്ടായിരുന്നു സന്തോഷവും സ്നേഹവും സംതൃപ്തിയും. ജീവിതത്തിൽ ദാരിദ്ര്യവും കഷ്ടവും അനുഭവിക്കുന്നത് കൊണ്ട് എനിക്ക് സന്തോഷിക്കാനാവില്ല എന്ന് പറയുന്ന ഈ കലിയുഗത്തിലെ എല്ലാ മനുഷ്യന്മാരുടെ മുന്നിലും ഉത്തമ ഉദാഹരണമായിക്കൊണ്ട് രാമായണം കാണിക്കുകയാണ്. രാജകുമാരനിൽ നിന്ന് കൊട്ടാരത്തിൽ തോഴന്മാരും തോഴിമാരും കൂടി കാത്തിരുന്ന പള്ളിയുറക്ക് കഴിഞ്ഞ് പുറത്തു വന്ന രാജകുമാരൻ പിറ്റേ ദിവസം ചമതയിൽ കാട്ടിൽ വെറും നിലത്ത് കിടക്കുമ്പോൾ അതേ ഹാപ്പിനെസ് സാധനങ്ങളുടെ ആധാരത്തിലല്ല, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയിലാണ്. എൻ്റെ സമയം ഏതവസ്ഥയിലും എങ്ങനെ നന്നായി ഞാൻ ഉപയോഗിക്കണം എന്ന് നിങ്ങൾ പഠിച്ചാൽ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷമായിരിക്കും. ആ ഒരു സമയം കൃത്യമായിട്ട് നമ്മൾ ഇവിടെയും കാണുകയാണ്. ശ്രീരാമചന്ദ്രനും സീതയും കൂടി അതുപോലെ ലക്ഷ്മണനും ചേർന്ന സംഘം ഋഷിമുനിമാരുടെ സമാഗമത്തിലൂടെ സത്സംഗങ്ങളിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് സത്സംഗങ്ങളിലിരുന്ന് അവരുമായിട്ടുള്ള ആത്മീയ സല്ലാപങ്ങളിലൂടെ ആത്മാവിൻ്റെ ഉന്നതി നേടി യഥാർത്ഥമായിരിക്കുന്ന സന്തോഷം സാധനങ്ങളിലല്ല സാധനയിലാണ് എന്ന് ക്ലിയറായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. ശൂന്യമാണ് അവരുടെ അടുത്ത്, സ്വന്തം ആയുധങ്ങൾ പോലും ഇല്ല, ബന്ധുമിത്രാദികളില്ല, കിടക്കാനൊരു ഇടയില്ല. ഇനിയിപ്പോൾ എന്താ ഒരു മനുഷ്യൻ നഷ്ടപ്പെടാനുള്ളത്? ഇന്ന് ലോകത്തെ മനുഷ്യൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. വീടില്ലാതെയായി, സാധനങ്ങളില്ലാതെയായി, ബന്ധുമിത്രാദികളില്ലാതെയായി. അവർ മൂന്നാളും മാത്രം ഒറ്റപ്പെട്ട് കാട്ടിൽ കിടക്കുകയാണ്.
ആ സമയത്ത് അവിടെ നമ്മൾ എങ്ങനെ നമ്മുടെ സമയത്ത് യൂട്ടിലൈസ് ചെയ്യണം. ജീവിതത്തിൽ കഷ്ടകാലങ്ങളൊക്കെ എല്ലാവർക്കും വന്നേക്കാം. ഇന്ന് വലിയ ബിസിനസ്മാൻ ആയിരിക്കാം, നാളെ പാപ്പരാവുന്നൊരവസ്ഥ വന്നേക്കാം. ഇന്ന് എല്ലാ സമ്പത്തും ഉണ്ടായേക്കാം, നാളെ ഒന്നുമില്ലാത്ത അവസ്ഥ വന്നേക്കാം. അവസ്ഥകളിൽ, ബാഹ്യമായ അവസ്ഥകളിൽ മാറ്റമുണ്ടാവാം. ആന്തരികമായ അവസ്ഥയുള്ള സമചിത്തത വീണ്ടും ജീവിതത്തിലെല്ലാം നമുക്ക് നേടിത്തരും. അതുകൊണ്ട് ആ സമയത്ത് പഠനത്തിന് വേണ്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ദൃശ്യം നിങ്ങളുടെ മനസ്സിലൊന്ന് കൊണ്ടുവന്ന് നോക്കിയേ. സത്സംഗങ്ങളിലൂടെ പഠനം, ശ്രേഷ്ഠമായിരിക്കുന്ന ആത്മീയ സല്ലാപങ്ങളിലൂടെ പോസിറ്റീവ് തിങ്കിങ്, മനസ്സിനെ പൂർണ്ണമായി ശക്തിശാലിയാക്കാൻ വേണ്ടതായിരിക്കുന്ന ധ്യാനം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന രീതികളിലൂടെ വനവാസത്തിൻ്റെ ആദ്യ കാലഘട്ടം കഴിഞ്ഞു പോവുകയാണ്. കാനനത്തിലാണ് വസിക്കുന്നത്. പക്ഷേ ആ കാനനത്തിലും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും അവിടെയുള്ളതായിരിക്കുന്ന ഫലമൂലാദികളെ ഭക്ഷിച്ചുകൊണ്ട് അവയുടെ രസം നുകരാനും അവിടെയുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ആത്മാക്കളുടെ സംഘം കണ്ടെത്തി അവരിലൂടെ സമയം ചെലവഴിക്കാനും നോക്കുന്ന ഒരു മനോഹരമായിരിക്കുന്ന ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കും ഈ രാമായണം തരുന്ന സന്ദേശം അത് തന്നെയാണ്. ഇതും കലിയുഗത്തിൻ്റെ അന്തിമ നാളാണ്. വേനൽക്കാലത്ത് വെയിലുണ്ടാവും, ചൂടുണ്ടാവും, അത് സ്വാഭാവികമാണ്. ഇത് വേനൽക്കാലമാണ്, വെയിലാണ്, ചൂടാണ്, ഞാൻ വെയിലത്ത് വെന്ത് മരിക്കട്ടെ എന്ന് ആരും വിചാരിക്കാറില്ല. നമുക്ക് തണുപ്പിന് വേണ്ടതായിരിക്കുന്ന സാധനം സ്വന്താക്കും, അത്തരത്തിലുള്ളതായിട്ടുള്ള ആഹാര രീതികളാക്കും, ആ രീതിയിലുള്ളതായിട്ടുള്ള ജീവിതശൈലി, ആഹാര പാനീയങ്ങൾ മാറ്റും. എന്നിട്ട് മനസ്സിനെ സന്തോഷിപ്പിച്ചു വയ്ക്കാൻ നോക്കണം. കാലചക്രത്തിലെ വെയിലുദിച്ചു നിൽക്കുന്ന സമയമാണിത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അജ്ഞാന അന്ധകാരത്തിൻ്റെ ചൂടിൽ, അധർമ്മത്തിൻ്റെ അഗ്നിയിൽ ലോകം വെന്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ കലിയുഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് കലിയുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ സാധനങ്ങൾ, ഒരു വസ്തു ഇതെനിക്ക് ഉപയോഗിക്കാനുള്ളത് മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാധനയുടെ ആധാരത്തിലൂടെ ശരീരത്തിന് രോഗം വന്നാലും, അതല്ല നഷ്ടം വന്നാലും, ബന്ധുമിത്രാദികളിൽ നിന്ന് ഒരു വിമുഖത കണ്ടാലും, നിങ്ങൾ ശരി ചെയ്തിട്ടും നിങ്ങൾ ക്രൂശിക്കപ്പെടുന്നൊരവസ്ഥ വന്നാലും, നിങ്ങൾക്ക് നേടേണ്ടതായിരിക്കുന്ന എല്ലാ സൗഖ്യങ്ങളും മറ്റൊരാൾ തട്ടിയെടുക്കുന്ന അവസ്ഥ വന്നാലും, എന്ത് തന്നെ മാറി മറിഞ്ഞാലും ഒരു മനുഷ്യൻ തൻ്റെ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം ഇത് നമ്മുടെ ആത്മാവിൻ്റെ ഗുണങ്ങളുടെ ആധാരത്തിലുണ്ടാവുന്ന അവസ്ഥയാണ്. ആ സമചിത്തതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് കാനനയാത്രയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ജീവിതത്തിൽ, കലിയുഗത്തിലെ ജീവിതത്തിൽ, ഈ ജീവിതത്തിൽ ദുഃഖങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോഴും സങ്കടവും വിഷമവും അനുഭവിക്കേണ്ടി വരുമ്പോഴും ഈ ജീവിതയാത്രയെ ശ്രേഷ്ഠമാക്കി കൊണ്ടുപോകാൻ നമുക്കും ആവശ്യമായിട്ടുള്ളത് ഈ 3 ഘടകങ്ങളാണ് ജീവിതത്തിൽ. ഈ 3 മൂല്യങ്ങളെ സ്വന്തമാക്കിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എവിടെയും അവർ സുഖം അനുഭവിച്ചിരിക്കും. ഏതാണ് ആ 3 മൂല്യങ്ങൾ? ശ്രീരാമനും ലക്ഷ്മണനും സീതയും. ദുഃഖം വരുമ്പോൾ ദുഃഖത്തെ മറികടക്കാൻ വേണ്ടി പാപത്തിൻ്റെ വഴിയെ സ്വന്തമാക്കിയാൽ ജീവിതം അവസാനം ദുഃഖം കൊണ്ട് തന്നെ മരിക്കും. ഒരാൾക്ക് ദുഃഖം കൊടുത്തവൻ ദുഃഖം കൊണ്ട് തന്നെ മരിക്കും എന്ന് പരമാത്മാവിൻ്റെ മഹാവാക്യം ഞാൻ ഓർമ്മിക്കുകയാണ്. ഇന്ന് പലരും ശരിയായ വഴിയിലൂടെ ധനം സമ്പാദിക്കുന്നത് കഠിനമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തെറ്റായ വഴിയിലൂടെ ധനം സമ്പാദിക്കുകയും ആ ധനം തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ദുഃഖകാരണമായി മാറുന്നതും നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഒന്നാമത് പറയുന്നത് ശ്രീരാമൻ്റെ കൂടെ സീത, ആ ജോഡിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അറിവിനെ തൻ്റെ പ്രായോഗികമായിരിക്കുന്ന ജീവിതത്തിലേക്ക് പ്രാക്ടിക്കലാക്കണമെങ്കിൽ ആത്മാവിൽ പവിത്രതയുടെ, സത്യത്തിൻ്റെ ശക്തി വേണം. ഒറിജിനൽ ഫോമിൽ പവിത്രത, വ്യാവഹാരിക ഭാവത്തിൽ സത്യം. അതുകൊണ്ടാണ് രാമലക്ഷ്മണന്മാർ. പക്ഷേ വിവേകവും പവിത്രതയും സത്യവും അറിവും ഒന്നിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൂട്ടായിക്കൊണ്ട് നിഴലുപോലെ ത്യാഗം. എത്ര സമയം വരെ ഞാൻ സഹിക്കണം, എത്ര വരെ എനിക്ക് സഹിക്കേണ്ടി വരും? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉപരിയായിക്കൊണ്ട് ത്യാഗത്തിൽ ഭാഗ്യം കണ്ടെത്തുന്ന അവസ്ഥ 2 വിധത്തിലുണ്ട്. നോക്കിയൊക്കെ, ഒരമ്മ കുഞ്ഞിനെ വളർത്തിയെടുക്കുമ്പോൾ ആ കുഞ്ഞ് വളർന്ന് വലുതായി വരുന്ന സമയത്ത് അമ്മയുടെ ത്യാഗത്തിനെയല്ല കാണുന്നത്. നല്ലൊരു കുട്ടിയാണെങ്കിൽ എല്ലാവരും പറയും നിൻ്റെ ഭാഗ്യമാണിതെന്ന് പറയുന്നു. ജീവിതത്തിൽ നേട്ടങ്ങളിലേക്ക്, അതാ നഷ്ടത്തിനെ നേട്ടത്തിലേക്ക് മാറുമ്പോൾ, ദുഃഖത്തിനെ സുഖത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ കൂടെ രണ്ടും ശക്തിയായിട്ടുണ്ടെങ്കിൽ, ജ്ഞാനവും പവിത്രതയും അഥവാ വിവേകവും സത്യത്തിൻ്റെ ശക്തിയും രണ്ടും കൂട്ടിനുണ്ടെങ്കിൽ ഓരോ നിമിഷവും
കാണുന്നവർക്ക് ദുഃഖകരമായി തോന്നിയേക്കാം, പക്ഷെ ജീവിതം അത് സുഖത്തിലേക്ക് മാറ്റപ്പെടുന്നതായിരിക്കും. അത്തരത്തിൽ ദുഃഖത്തെ സുഖത്തിലേക്ക് മാറ്റുമ്പോൾ, അഥവാ ദുഃഖത്തിൽ പോലും സുഖത്തെ കാണാൻ സാധിക്കുന്ന അവസ്ഥ, ഇതാണ് ജ്ഞാനം അഥവാ വിവേകം എന്ന് പറയുന്നത്. അതിന് വേണ്ടതായിട്ടുള്ള ത്യാഗം കൂടെ മാറ്റാൻ പറ്റാത്തൊരു ഘടകമായിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് രാമൻ്റെ കൂടെ നിഴലുപോലെ എല്ലാ സമയത്തും ലക്ഷ്മണനെ കാണിക്കുന്നത്. വിവേകത്തിൻ്റെ പ്രാവർത്തികമാക്കുന്ന സമയത്ത് പലപ്പോഴും സ്ഥാനം ത്യജിക്കേണ്ടി വന്നേക്കാം, നമ്മുടെ പേര് പ്രസിദ്ധി ത്യജിക്കേണ്ടി വന്നേക്കാം, സുഖം ത്യജിക്കേണ്ടി വന്നേക്കാം. എന്ത് ത്യജിക്കുമ്പോഴും ആ ത്യാഗമൊക്കെ സുഖമായിട്ട് മാറാൻ സത്യത്തിൻ്റെ ശക്തി, അതിൽ നിന്ന് അനുഭവിക്കുന്ന ആന്തരികമായിരിക്കുന്ന സുഖവും ആനന്ദവും ഒന്ന് മാത്രം മതിയാവും. അതുകൊണ്ട് കാനനയാത്രയിലൂടെ, ഗുഹനിലൂടെ, നദി കടക്കുന്നതിലൂടെ രാമായണം ഈ കലിയുഗത്തിൻ്റെ അന്തിമമായിരിക്കുന്ന സമയത്ത് ഈശ്വരൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ ജീവിതത്തെ ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് സത്യത്തിൻ്റെ പാതയിലൂടെ, ധർമ്മത്തിൻ്റെ ശക്തിയിലൂടെ, ത്യാഗഭാവനയിലൂടെ ദുഃഖത്തെ സുഖത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ജ്ഞാനികളായിക്കൊണ്ട് സദാകാല സൗഭാഗ്യം നേടാൻ വേണ്ടി നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.